നിങ്ങളുടെ എല്ലാവരുടെയും കിട്ടിയ കൈയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. തീർച്ചയായി മനിതരിന്നോർക്ക് പുണ്യമതി പുളിയെന്ന് കണ്ടേ തെളിയിച്ചതല്ലേ, മരണത്തിന് മുന്നിൽ വിറക്കാതെ മുന്നോട്ടല്ലേ, 18 പൊട്ടി കുന്നൊലിച്ച ദുരന്തമില്ലേ, 19 പൊന്തിയോ. അഡ്വക്കേറ്റ് ഷമീം പക്സൻ SFS കൽപ്പനഞ്ചേരി. അതേപോലെ തന്നെ അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞ ആദ്യം അബ്ദുറഹീം ഓട്ടോറിക്ഷയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം ഫോറിനിലൊക്കെ പോയി വലിയ എത്ര വർഷമായിട്ടുണ്ടോ, 18 വർഷം മുമ്പ്. അപ്പൊ ഇന്ത്യയിൽ അത്ര ഇപ്പോഴത്തെ കാണുന്ന പല വണ്ടികളൊന്നും ഇല്ല. അവിടെ പോയി വലിയ വണ്ടികളൊക്കെ ഓടിച്ച് കാശുണ്ടാക്കി ഉമ്മാനെയൊക്കെ പോയിട്ട് കുടുംബം പോയിട്ട് അങ്ങനെ വലിയ പ്രതീക്ഷയിൽ പോയതാ. ഞാനതെ കുറെ വർഷമൊക്കെ മുമ്പ് പോകുമ്പോ അവിടെ പോയാലാണല്ലോ ഫോറിൻ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുക, സ്കൂൾ കാലഘട്ടം കോളേജ് കാലം. പക്ഷെ അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ബാക്കി കാര്യം നിങ്ങൾക്കറിയാലോ. ചെയ്യാത്ത കുറ്റത്തിന് 18 വർഷം ജയിലിൽ കിടന്നു. അത് മാത്രമല്ല, മുമ്പിൽ ഭീതി, തൂക്കിക്കൊല്ലാൻ പോകുന്ന ഭീതിയോടുകൂടെ ഒരു നിരപരാധി കിടക്കുമ്പോഴുള്ള ഒരവസ്ഥ. എനിവേ, ബോച്ചെ ടീ പൗഡർ ചായ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പല പല കച്ചവടങ്ങളാണ് ഇപ്പൊ. ചായ കച്ചവടം ദുബായിൽ 3-4 മാസമായി തുടങ്ങി. നന്നായി ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഒരു 10 കോടി രൂപയോളം ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ 15-ാം തീയതിക്കുള്ളിൽ നടക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു 1 കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തെങ്കിലും മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത്, നമുക്കൊരു ബിരിയാണി ചലഞ്ച് പോലെ ഒരു ബോച്ചെ ടീ ചലഞ്ച് വെച്ചാലോ. അപ്പൊ 30-ാം തീയതിക്ക് പകരം അതിൽ ഓൺലൈൻ നമുക്ക് നേരത്തെയാക്കാം.
അങ്ങനെയാണ് ഇന്ന് 15-ാം തീയതി, ഇന്ന് 15 തന്നെയല്ലേ, ഇന്ന് 15-ാം തീയതി ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചു. ഇന്ന് ഇത് 40 രൂപയാണ് ബോച്ചേട്ടി പാക്കറ്റ് ഒരെണ്ണത്തിന്. 40 രൂപയ്ക്ക് വാങ്ങുന്ന, ഓൺലൈനിൽ മാത്രമാണ് ഇപ്പൊ ലഭ്യം, വാങ്ങുന്ന ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് കിട്ടും, കൂപ്പൺ കിട്ടും. അതിൽ നിന്ന് ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരു ഭാഗ്യവാനെ കണ്ടെത്തി 10 ലക്ഷം രൂപ കൊടുക്കും. അതിന് പുറമെ 10,000 കണക്കിന് ക്യാഷ് പ്രൈസുകൾ ഡെയിലി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെയിൽസ് പ്രൊമോഷനോടുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്ന് ഒരുപാട് പേര് ബോച്ചെട്ടി വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിലൂടെ. പലരുടെ കയ്യിലും ടിക്കറ്റും ഉണ്ട് ഫോണിൽ. ഇന്ന് രാത്രി 10:30 ഇവിടെ നമ്മളുണ്ടെങ്കിൽ, എനിക്കറിയില്ല എത്ര മണി വരെ ഇത് പോകുന്നു, 10:30 ഉണ്ടെങ്കിൽ ചിലപ്പോ 10 ലക്ഷം അടിച്ച ഭാഗ്യവാനെ ഇവിടുന്ന് കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് ആദ്യം ഇവിടുന്നാണ് തുടക്കം കേട്ടോ. ഇന്ന് ഇതിന്റെ സ്റ്റാർട്ട് ആയത്. പിന്നെ 14,000 ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസുകളുണ്ട്, 10,000, 5,000 അങ്ങനെ. അപ്പൊ കുറച്ചു പേരെങ്കിലും ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 10:30 നറുക്കെടുപ്പിന് ശേഷം, അപ്പോ ഇന്നത്തെ ഫണ്ട് മാത്രമാണ്. അപ്പൊ ഞാൻ ഇത് നേരത്തെ ഡിക്ലെയർ ചെയ്തു, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായില്ല ശരിക്ക് എന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചു, വേണ്ട, പറഞ്ഞതല്ലേ, അത് നടന്നോട്ടെ. ആ ഫണ്ടും ഇന്ന് കിട്ടുന്ന, നിങ്ങൾ ചായപ്പൊടി വാങ്ങിച്ച് കിട്ടുന്ന ഫണ്ടും 1 രൂപ പോലും ഞാൻ എടുക്കാതെ ഈ ഫണ്ട് അബ്ദുറഹീം വരുമ്പോ നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്വന്തം ബിസിനസ് ഇട്ട് കൊടുക്കാനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ ബോച്ചേട്ടിയുടെ ഒരു ഷോറൂം, ബോച്ചെ പാർട്ട്ണർ എന്ന ലേബിളില് ഒരു കട അദ്ദേഹത്തിന് എവിടെയാണോ ഇഷ്ടം അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ആണ് ഇന്ന് നടക്കുന്നത്. അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ നാളെ തുടങ്ങി സാധാരണ സഹോദരനെ സൗദിയിൽ കൊണ്ടുപോയി കഴുത്തറക്കാൻ കൊടുക്കാൻ നമ്മൾ വിടണ്ടെന്ന് തീരുമാനിച്ചു. അതിന് കൈകോർത്തു. അവിടെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല. അതാണ് മനസ്സ്, അതാണ് ചങ്കുറപ്പ്, അതാണ് മലയാളി ഒറ്റത്തന്തയ്ക്ക് ജനിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ, മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം. അതുകൊണ്ടല്ലേ ചന്ദ്രനിലെ ആദ്യത്തെ ചായക്കട വന്നാൽ അത് മലയാളിയുടെ ആയിരിക്കും. അതാണ് എല്ലാം മറന്നു നിന്നു. അതാണ്. അപ്പൊ അതിന് 1000 നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങള് ഫുട്ബോൾ കളി കാണാനാണ് കാത്തിരിക്കണേന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓക്കെ, ഞാനും ഇഷ്ടമുള്ള ഒരു കളി ആയതുകൊണ്ട് അതിനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോ ലോകം കീഴടക്കുക എന്നാണ്. ശരിക്ക് ഞാൻ നിങ്ങളൊക്കെ കൂടെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കി കാണിച്ചിരിക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ. കാരണം പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, ഒരുപാട് രാജ്യത്ത് പലരും തൂക്കിക്കൊല്ലും, അവരൊക്കെ ചാവുകയാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ രക്ഷപ്പെടാനുള്ളൂ. അതുകൊണ്ട് കേരളം കൈകോർത്ത് അത് കാണിച്ചു കൊടുത്തു. മലയാളിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്നത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ സാധ്യമായതില് എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എല്ലാവരോടും. ഒരുപാട് പേര് പൈസയായിട്ട് തന്നു, ഒരുപാട് പേര് ഡാൻസ് കളിച്ചു, പാട്ട് പാടി. ഇപ്പൊ അവിടെ ഒരു പാട്ട് കാണിച്ചത് ആരോ ചെയ്തിട്ട് അയച്ചു തന്നാണ്. അപ്പൊ പലരും കളക്ഷന് വേണ്ടി അവരവരുടെ കഴിവ് ഉപയോഗിച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ സംഭവത്തിന് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ സഹായിച്ചു. എല്ലാവരോടും നന്ദിയാണ്. സോ താങ്ക് യു വെരി മച്ച്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. Love you, everybody. You're on Boche. Thank you so much. ഈ ചങ്കെടുപ്പ് ഇന്ന് ഒരു ജീവൻ നിലനിർത്താൻ നമ്മുടെ കൂടെ നിന്നാണ്. ഇദ്ദേഹത്തിന് നല്ലൊരു കൈയടിയോട് കൊടുക്കാം നമുക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഈ ബലൂൺസ് എല്ലാം ഞങ്ങളുടെ സ്നേഹമാണ് കേട്ടോ. ഇനി മുകളിലോട്ട് പറന്നു പോകാൻ പോകുന്നത്. നമ്മുടെ ബലൂൺസ് ഒന്നും നമുക്ക് വിട്ടേക്കല്ലേ? എല്ലാ കുട്ടികളുടെയും കയ്യിലുള്ള ബലൂൺസ് ഒന്ന് മുകളിലേക്ക് വിട്ടേ. ഇത് ഞങ്ങളുടെ സ്നേഹം നൽകുന്ന ഒരു കൈയടി പോലെ തന്നെ ഞങ്ങൾ സമ്മാനിക്കുന്നതാണ് കേട്ടോ. സ്നേഹം ആത്മാവായിട്ട് പറന്നുപോയ ഒരു വലിയ ആത്മാവ് രക്ഷിച്ചതിനാണ് അല്ലേ? ഒരു ജീവൻ ആത്മാവാതെ ഇരുന്നതിന്റെ സന്തോഷമാണ്
തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വയ്യായിക ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് വേണ്ടിയിട്ട് ഒരു രൂപ കൈ നീട്ടിയിട്ട് നമ്മൾ ഒരാളടുത്ത് ചോദിക്കാറില്ല, നമ്മളെ കൊണ്ട് കഴിയാറില്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കേരളത്തെ മൊത്തം ഒന്നിച്ച് കൂട്ടിയതാണ്. ഈ സ്നേഹത്തിന് മുൻപില് ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളെ തരാനുള്ളൂ. എനിക്കുള്ള ചില സമ്മാനങ്ങൾ കിട്ടി തുടങ്ങി. Thank you. അപ്പോ എനിക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു സമ്മാനം വന്നതാണ് കേട്ടോ. എനിക്ക് ഒരു സന്തോഷം കൂടെ പറയാണ്ട്. ഒന്ന്, അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ ഞാനും നിങ്ങളൊക്കെ കൂടെ നിന്ന് അതിന്റെ സന്തോഷം. പിന്നെ വേറൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്റെ അമ്മയുടെ മനസ്സ് മാറി. എന്റെ അമ്മ ക്രിസ്ത്യാനികളല്ലാത്ത ഒരാൾക്കും 10 രൂപ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറയാം, മോനെ വാ, ചീത്ത പറയാനാന്ന് വിചാരിച്ചു. കാരണം ഈ വെയിലത്ത് തിരുവനന്തപുരത്ത് നിന്ന് തെണ്ടാൻ പോവാന്ന് പറഞ്ഞപ്പോ പോകണ്ടെന്ന് ഒരുപാട് പറഞ്ഞു. പക്ഷേ ഞാൻ പോയി. നമ്മളൊരു കാര്യം തീരുമാനിച്ച അങ്ങനെയാണല്ലോ. ഓടാൻ ഇറങ്ങിയപ്പോഴും അങ്ങനെ അങ്ങോട്ട് തീർന്നു. അങ്ങനെ വിളിച്ചപ്പോ ചീത്ത പറയാനാന്ന് വിചാരിച്ചു. വന്നപ്പോഴാണ് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് അതുകൊണ്ട് കൊടുക്ക്, അതെങ്കിലും ആവട്ടെ. ഞാൻ ഷോക്ക് അടിച്ചു പോയി. ഇന്ന് വരെ സംഭാവന ഒരു ക്രിസ്ത്യൻ അല്ലാത്തവർക്ക് കൊടുത്ത ആളുടെ മനസ്സ് മാറി. ഇപ്പൊ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദു ഒക്കെ ഇതാണ്. ആ മനസ്സ് മാറി. അമ്മ പറഞ്ഞു, മോനെ, നീ ആയിരുന്നെങ്കിൽ ജയിലിൽ നിന്നെയാണ് തൂക്കിക്കൊണ്ടുവരാൻ പോയിരുന്നെങ്കിൽ എന്റെ വിഷമം എന്തായേനെ. പ്രത്യേകിച്ച് എനിക്കും ഫാദർ ഇല്ല, അവർക്കും ഫാദർ ഇല്ല. ഫാദറൊക്കെ ഇല്ലാണ്ടാവുമ്പോ ഈ അമ്മമാരൊക്കെ മക്കളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും. അവരുടെ സെക്യൂരിറ്റിയാണ് മക്കള്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് കരഞ്ഞു. അപ്പൊ അങ്ങനെ വലിയൊരു മാറ്റം അമ്മയ്ക്ക് ഉണ്ടായി. 2 സന്തോഷമാണ് ഇവിടെ ഉണ്ടായത്. സമ്മാനമായിട്ട് ഒരാൾ വന്നതാണ് നമ്മൾ കൂടെ. മോന്റെ പേരെന്താ? റംസാന്റെ ഒരു കുഞ്ഞു സമ്മാനം. അതോടൊപ്പം തന്നെ ഒരാളുകൂടെ ഉണ്ട് കേട്ടോ. അതിന് മുൻപ് റംസാന്റെ സമ്മാനം നമുക്കൊന്ന് കാണാം. നമ്മുടെ മീഡിയ ടീം അല്ലാത്ത എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. റിക്വസ്റ്റ് പ്ലീസ്. വളണ്ടിയേഴ്സും അതോടൊപ്പം മീഡിയ ടീം അല്ലാത്ത എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ പ്ലീസ്. ഈ സമ്മാനങ്ങൾ ഒരാളുടെ പേരിലല്ല, മാവൂരിന്റെ പേരിലാണ് കേട്ടോ. ഒരു കിണ്ണം കൈയ്യടി വേണം തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ, നന്നായി വരച്ചിട്ടുണ്ട്. എന്താ പേര്? ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ശരിക്കും ഈ ഫോട്ടോയിലെ പോലത്തെ ഒരു ലുക്കായി മാറിയിരുന്നെങ്കിൽ ആലോചിക്കുക. ഒത്തിരി ഗ്ലാമർ ഉണ്ടായി പോയാണ്. എന്തായാലും ഗ്ലാമറിൽ വരച്ചതിന് നന്ദി. ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് കളിക്കുക. ജയം തോൽവി കളിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് തോറ്റാ നാളെ ജയിക്കും, വിഷമിക്കില്ല. കളിയാണ്, സ്പിരിറ്റാണ് പ്രധാനം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണേ. ഈ കളിയുടെ വിജയത്തിന്റെ 50% കാണികളുടെ പ്രോത്സാഹനമാണ്, അവരുടെ ആരവമാണ്, അതിന്റെ ആവേശം. അതുകൊണ്ട് എല്ലാവരും വടി പോലെ ഇരിക്കരുത്. ഉഷാറായിട്ട് നിങ്ങളുടെ ശബ്ദം വാ തുറക്കണം. പ്രതികരണ ശേഷി ഈ കളിയിൽ കാണിച്ചു കൊടുക്കണം. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മാവൂരിന്റെ അഭിമാനമാണ് തീർച്ചയായിട്ടും. അപ്പൊ മാവൂരുള്ള എല്ലാവരും ചേർന്ന് അവർക്കും കൂടെ നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ മറ്റുള്ള ചടങ്ങുകളിലേക്കൊക്കെ മൂവ് ചെയ്ത് നമ്മുടെ കിക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ കാത്തിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കിക്ക് ഓഫിനായിട്ട് കോച്ച് ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു.
ബോച്ചയെ നമ്മൾ ഒരിക്കൽ കൂടെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. നോക്കി നമുക്ക് കേക്ക്സ് ഒക്കെ കാണാം. അപ്പൊ നമ്മുടെ റിയൽ ഹീറോ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെലീഷ്യസ് കേക്ക് ആണ്. അപ്പൊ സജ്ജനത്തെയും കൂടെ ഉണ്ട്. ആൻഡ് നമ്മുടെ SFA ടീമും KMC ടീമും ഒക്കെ ജോയിൻ ചെയ്യാണ്. കേക്ക് ആക്കിയാലേ മറ്റൊരു സന്തോഷമുണ്ട്. ഈ വയനാടിന്റെ കോർഡിനേറ്റർ ആണ് പട്ടു. ആളുടെ സിസ്റ്ററാണ്. ആള് ഭയങ്കര സൂപ്പർ ആക്റ്റീവാണ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ. താങ്ക് യു. പിന്നെ ഇത് ഭയങ്കര ചതിയായി പോയി. റിയൽ ഹീറോ ബോച്ചെ എന്ന എന്റെ ഫോട്ടോ ഒക്കെ ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയാ എന്നെ കട്ട് ചെയ്തു. എന്നെ ഞാൻ മുറിക്കാൻ ഓക്കെ സൈഡ് മുറിക്കാം. താങ്ക് യു സർ. രണ്ട് സ്റ്റെപ്പ് എടുക്കുക. സാർ രണ്ട് സ്റ്റെപ്പ് ഡാൻസ് 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 മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യൂ. സോ ഫോട്ടോ സ്റ്റാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. റെഡി. നമസ്കാരം. ഈ ഒരുപാട് വൈകിപ്പോയി മത്സരം തുടങ്ങുന്ന എല്ലാവർക്കും ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബോച്ചെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ബോച്ചെ നമ്മളെ എല്ലാവരെയും കവിത ലസീന നൗഷാദ് മാവൂർ മാമിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ലസീന നൗഷാദ് മാവൂർ. എല്ലാവരും ലോകസഭ സ്റ്റേഡിയത്തിൽ നിന്ന് മാറിത്തരണമെന്ന് അറിയിക്കുന്നു. വളണ്ടിയേഴ്സ് ഉൾപ്പെടെ മുഴുവനാളുകളും സ്റ്റേഡിയത്തിൽ നിന്ന് മാറിത്തരിക. ടീം എൻട്രിയിലേക്ക് കടക്കുകയാണ്. ലസീന നൗഷാദ് മാവൂർ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു കവിത സമ്മാനിക്കുകയാണ്. Thank you so much, Lazina Naushad. Players എല്ലാവരും ഒന്ന് ലൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലേയേഴ്സിനെ ലൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്. ബ്ലാക്ക് കളർ ജേഴ്സിയിൽ റാഷിദ വെഡിംഗ് ഇടവണ്ണപ്പാറ സ്പോൺസർ ചെയ്യുന്ന ഫ്ലൈ വേൾഡ് ടൂറിസം ട്രാവൽസ് KFC കാളികാവ് കാളികാവിന്റെ ജേഴ്സി അണിയുന്നത് ഗോൾകീപ്പർ സിനാൻ ജസർബർദൻ, സ്ട്രൈക്കർ ബാക്ക് സാലിഫ് മുഹമ്മദ് ജസർബർ ബിഹാബ് ആൻഡ് കദി. കായിക പ്രേമികൾ സഹകരിക്കുക. വളണ്ടിയർമാർ ശ്രദ്ധിക്കുക.
ഇന്ന് വരുന്ന ലാഭം മാത്രമല്ല മുതലടക്കം ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. മാത്രമല്ല ഒരു കാര്യം, 10:30 നറുക്കെടുപ്പാണ്. എനിക്കറിയില്ല ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും. മുകളിലത്തെ ഭാഗം, അടിഭാഗം പൊട്ടിക്കരുത് ചായപ്പൊടിയ. മുകളിൽ കൂപ്പൺ ഉണ്ട്, അത് QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ഫോണിലേക്ക് വരും. ആ നമ്പർ നോക്കുക. രാത്രി 10:30 ആരാണ് 10 ലക്ഷം അടിക്കുന്ന ഭാഗ്യവാൻ ഇവിടെ അറിയില്ല. പിന്നെ 14,000-ഓളം പേർക്ക് ക്യാഷ് പ്രൈസ് അടിക്കും. അപ്പൊ 40 രൂപ മുടക്കി ചിലപ്പോ 10 ലക്ഷം ആവാം, 10,000 ആവാം, 25,000 ആവാം, 1000 ആവാം. അപ്പോ ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ്. അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടാണ് ഈ കച്ചവടം ഇവിടെ ചെയ്യുന്നത്. കുറച്ചു പേർക്ക് ഞാൻ ഇവിടെ തന്നിട്ട് ഒരു ഉദ്ഘാടനം ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അടുത്തേക്ക് വരാം. ആദ്യം തന്നെ ഇവിടെ 10 പാക്കറ്റ് ആരാ വാങ്ങണേ? സൈദലവി കാടാമ്പുഴ. സൈദലവി കാടാമ്പുഴ, ഒരു കയ്യടി കൊടുത്തേ. അത് അബ്ദുൾ റഹീമിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് 10 പാക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ബോച്ചേട്ടി 1 മിനിറ്റ്, ഒരു മിനിറ്റ്. ഒരു 10 പാക്കറ്റ് ക്യാഷ് ഒരാളുടെ കഴിഞ്ഞിട്ട് ഒരാള് ഒരു 10 എടുക്ക. തിരക്കുണ്ടാകല്ലേ, തിരക്കുണ്ടാകല്ലേ. അതല്ലേ, എല്ലാവരും ഗാലറിയിലിരിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടെ തിരക്ക് കൂടി, ഞാൻ അങ്ങോട്ട് വരാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഫുട്ബോൾ കമ്മിറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എല്ലാവരും അവനാന്റെ അവിടെ തന്നെ പോയിരിക്കുക. ബോച്ച നിങ്ങളെ തേടി അവിടെ എത്തും. ശ്രദ്ധിക്കുക, എല്ലാവരും അതാത് സ്ഥലത്ത് തന്നെ പോയിരിക്കുക. ശ്രദ്ധിക്കുക, ബോച്ച നിങ്ങളെ കാണാൻ നിങ്ങളുടെ സീറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ കൂടി നിൽക്കരുത് എന്ന് അറിയിക്കുകയാണ്. കളി മുടക്കണ്ട, അതുകൊണ്ട് ഇവിടെ സ്റ്റേജിലാണ് വെക്കുന്നത്. ആവശ്യമുള്ളവർ തിരക്ക് പിടിക്കാതെ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് വാങ്ങാം, അല്ലെ കളി ബ്ലോക്ക് ആവും. അപ്പൊ എല്ലാവരും വരിയായിട്ട് വരിക. ഷാറൂഖ് താഴെ നിൽക്കട്ടെ. ഷാറൂഖ് സാധനം കൊടുത്തതാ. കച്ചവടം പൊടി പൊടിക്കുന്നതാ. വാരിക്കോരി വാരിക്കോരി. ഇന്ന് നിറഞ്ഞ കാണികളാട്ടോ സദസ്സില്. ഓണത്തിനിടെ പുത്ത് കച്ചവടം പൊടി പൊടിക്കാം. ഒരു മുതലാളി ലൈവായിട്ട് പൈസ വാങ്ങിയിട്ട് ചായപ്പൊടി കച്ചവടം നടത്തി. പുള്ളിക്കാരൻ ഇതിൻ്റെ നല്ല ആവശ്യമുണ്ട്. 40 രൂപയാണ് ഒരു ചായപ്പൊടിക്ക്. 40 രൂപ. അതിലൊരു QR കോഡ് ഉണ്ട്. അത് സ്ക്രാച്ച് ചെയ്ത് വെബ്സൈറ്റിൽ കയറ്റിയിട്ടാൽ സമ്മാനം, ഡെയിലി സമ്മാനം. ബോച്ച ക്ഷീണിച്ചുണ്ട്. അവിടെ പൊടി പൊടിക്കാണ്. ഇത് ഫുള്ള് ബ്ലാക്കിന് വെക്കാനാ? ചായപ്പൊടി വാങ്ങാൻ. ഇത് ഫുള്ള് അഴിമതിയാണല്ലോ.
കിടന്ന് 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 പിണങ്ങി കിടന്നാൽ മതി. ഹലോ ഓക്കെ, ഒരു സന്തോഷ വാർത്ത 10 നോക്കിയാൽ കാണാം. പിന്നെ ഐം സോറി, ഇവിടെ 5, 10, 50 വാങ്ങുന്നത്. ഇപ്പൊ ഒരെണ്ണം ഇതേ ഒരാൾക്ക് കിട്ടുള്ളൂ. ഇന്ന് വാങ്ങണവരുടെ QR കോഡ് സ്കാൻ ചെയ്ത് നാളത്തെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിയാവാം. എപ്പോ വേണമെങ്കിലും പങ്കാളിയാവാം. ദയവ് ചെയ്ത് റഷ് ഉണ്ടാക്കരുത്. ഒരാൾക്ക് ഒരെണ്ണം മാത്രം, എല്ലാവർക്കും ഓരോന്ന് കിട്ടട്ടെ. 50, 100 ഒന്നും വാങ്ങാതിരിക്കുക. അവസരം കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് ഇനി ഓൺലൈനായിട്ട് bochetti.com വിസിറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഇവിടുന്ന് ലഭിക്കുകയുള്ളൂ. ഇത് ഒരു ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമല്ല, ഇതൊരു ഡെമോ ആണ്. അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് വേണ്ടിയിട്ടാണ്. ലാഭത്തിന് വേണ്ടിയില്ല, ബാക്കി കൊടുക്കുന്നതല്ല, കിട്ടുന്ന പൈസ 50 രൂപ എടുത്താൽ 50. ടോപ്പ് കളി കേട്ടോ 10 നമ്പർ.